ഓക്കെ ആടിക്കൊണ്ടിരിക്കുക. ഓക്കെ സലീം മാലിക്, ഞങ്ങൾ തിരിച്ചു വന്നു. സുജാതയായിരുന്നു ചെന്നൈയിൽ നിന്ന്. ഓക്കെ, പറയൂ. എന്നോടൊപ്പം ഒരു ഫാമിലി ആദ്യമേ ഇതിൽ കയറി വളരെ പ്രതീക്ഷയോടെ ഇരുന്നതാണ്. അവർ പോയി. ഇപ്പോൾ അടുത്ത 2 കുഞ്ഞുങ്ങളും ഒരു ഫാമിലി എന്നോടൊപ്പം ഉണ്ട്. ഞാൻ ഈ നിൽക്കുന്നത് ഇപ്പോൾ ഈ കനകക്കുന്നിൽ, ഞാൻ നേരത്തെ ഈ കനകക്കുന്നിന് പുറത്തായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഉള്ളിൽ വലിയ ഗംഭീരമായി ഒരുക്കിയിരിക്കുന്ന ഒരു ഇരിക്കുക അപ്പോൾ ഗംഭീരമായി ഒരുക്കിയിരിക്കുന്ന ഒരു ഊഞ്ഞാലും അതിന്റെ മുകളിൽ ഒരു ചിത്രശലഭമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ക്യാമറാമാൻ അങ്ങനെ കാണിക്കും. എന്തായാലും ഭയങ്കര അതിമനോഹരമായാണ് ഈ കനകക്കുന്നിനെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ കുടുംബങ്ങളുടെ മോളെ എന്താ പേരെന്താ? എന്താ? നിരഞ്ജന. എവിടെന്നാ വരുന്നത്? കാട്ടാക്കട. അനീഷ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കനകക്കുന്നിലെ കളർ? മനോഹരം, ഗംഭീരമായിട്ട്. ഇത് ഈ ഊഞ്ഞാലും ഇതിന്റെ സംവിധാനങ്ങളും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ടീം, അതെ ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. ഇത് എത്ര ദിവസം എടുത്തിട്ടാണ് ഇങ്ങനെ സെറ്റാക്കിയത്? ഏകദേശം ഒരാഴ്ച ഡേ നൈറ്റ് നിന്നിട്ടാണ് ചെയ്തത്. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്ന ടീമിൽ? നമ്മളൊരു 10-15 പേരുണ്ടാവും. ഇതിൽ നമ്മൾ ലൈറ്റിന്റെ സെറ്റപ്പ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ജീനസ്, ഞാൻ JP ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് 3 പേരാണ് ലൈറ്റിന്റെ വർക്ക് ചെയ്തത്. വേറെ ഇതിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പ് അവരുടെ പണി തന്നെ അവർക്കൊരു വലിയ ടീം ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേരുടെ കഷ്ടപ്പാടാണ് അത്. അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. ഇപ്പോൾ അത് ഇതിലേക്ക് കയറി ഒന്ന് ആടാനും ഇരിക്കാനും ആഘോഷിക്കാനും ഒക്കെ മാത്രമായിട്ട് തന്നെ നിരവധി പേരുണ്ട്. എന്താ പേരെന്താ? ശ്രുതി. എങ്ങനെയുണ്ട് ഇവിടുത്തെ കനകക്കുന്നിലെ ഒരു? വളരെ നല്ല അറേഞ്ച്മെന്റ്സ് ആണ്. ഫാമിലി ആയിട്ട് വരാൻ പറ്റും. അപ്പൊ അങ്ങനെ നിരവധി പേര് ഇവിടെയൊക്കെ കയറ് കെട്ടിയിരിക്കുന്നതിന് അപ്പുറത്തൊക്കെ കാത്തു നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ന്യൂ ഇയർ ഒക്കെ? എങ്ങനെ അടിച്ചു പൊളിക്കാണ്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ കളറുകൾ? ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ്. അപ്പോൾ